ഹലോ അമ്മേ, ഞാൻ വന്നോളാം. വന്നിട്ട് എന്തിനാണ് കിടന്ന് കോപ്പി ഞാനെന്ത് ചെയ്തിട്ടാടാ? എനിക്ക് ആരും വേണ്ട. അവള് മാത്രമല്ലേ പെണ്ണായിട്ടുള്ളൂ. അവളോട് പോയി പണിയൊക്കെ പറയണ ഫിഫു. അത്രേ ഉള്ളൂ. ഈ ലൈലാസിന് ഏതെങ്കിലും പെണ്ണ് കഴിച്ചാൽ തളർത്താൻ പറ്റണം. ചെറുതായിട്ട് ചാറ്റൽ മഴ പെയ്യണ്ട തോന്നട്ടില്ലല്ലോ. വേഗം വിട്ടോ നീ. ഇടിമിന്നലൊന്നും ഇല്ലല്ലോ, പക്ഷെ നല്ല മഴ വരാൻ പോകുന്നുണ്ട്. കോളേജില് കയറണ്ടായിരുന്നു. ഏയ് മലയാളം എളുപ്പടാ, നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല. പക്ഷെ ക്ലാസ്സിൽ കയറണം, ഉഴപ്പരുത്. ഇനി നന്നായിട്ടൊക്കെ പഠിക്കണം. പ്രലോഭനങ്ങൾ പലതും ഉണ്ടാവും. നമുക്ക് ഒന്നും മിണ്ടാതിരിക്കണം. പറന്നുയർന്നൊരു ചെങ്കൊടിയായി ഉയർന്നു വന്നൊരു പോരാളി അസുരാസുരനെ മുറിച്ചുവെപ്പിൻ അഭിവാദ്യങ്ങൾ. സഹകളെ, കഴിഞ്ഞ 2 ആഴ്ചകളായി കോളേജിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങള് നിങ്ങൾ ഓരോരുത്തരും നേരിട്ട് കണ്ടു കാണുമല്ലോ. അന്ന് ലൈലാസുരം കാണിച്ച ധൈര്യം പറയാൻ വാക്കുകളില്ല. കൂടുതൽ വലിച്ചിട്ടുള്ള കാര്യങ്ങളോട്ട് കിടക്കാം. ഇനിയുള്ള നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും സഖാവ് ലൈലാസുരൻ നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. മറ്റൊരു കാര്യം കൂടി ഇതിനോടൊപ്പം പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ വർഷം യൂണിയൻ ഇലക്ഷന് സെക്കൻഡ് DC റെപ്പായിട്ട് നമ്മുടെ SFKക്ക് വേണ്ടി മത്സരിക്കാൻ പോകുന്നത് സഖാവ് ലൈലാസുരനായിരിക്കും. ലൈലാസുര, അതെ, നമുക്ക് ഓഫീസിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം. പോസ്റ്റ് അടങ്ങിയ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളത് പോയിട്ട് വേണമെന്നില്ല, അവിടെ നിന്നാ. സഖാവേ, ഇതാണ് നമ്മുടെ താവളം, അതായത് നമ്മുടെ ക്ലാസ് റൂം. സഖാവ് ഇരിക്കി. സന്ധ്യ ഇരിക്കി. എന്നാലും സഖാവിനെ പോലെ ഒരാളെ ഇതുവരെ പാർട്ടി ഓഫീസിലോട്ടൊന്നും കണ്ടിട്ടില്ലല്ലോ. അതിന് ഞാൻ അറിഞ്ഞില്ല. എന്ത് ഉള്ളിൽ ഇത്രയും വലിയൊരു സഖാവുള്ള കാര്യമോ? അല്ല, ഞാൻ പറയാൻ വന്നതല്ല, മൊത്തത്തിലുള്ള ഈ ലുക്കൊക്കെ ഒന്ന് മാറ്റണം. ഈ വസ്ത്രധാരണേ ഞങ്ങളെ കണ്ടില്ലേ. പിന്നെ സഖാവ് ഇപ്പൊ പഴയ ആളൊന്നുമല്ല. ഏത് മനസ്സിലായില്ലേ? ഒക്കെ നമുക്ക് ശരിയാക്കി എടുക്കാം. SFKയുടെ ഭാവി ഇനി അത് സഖാവിന്റെ കയ്യിലാണ്. ഞാൻ അതങ്ങ് തരും. ആ, നിങ്ങളൊരു 5 റൗണ്ട് കൂടെ ഓടിയിട്ട് ഓഫീസിലേക്ക് വാ. സഖാവ് CK ലൈലാസുരൻ. തന്റെ ആവേശമൊക്കെ എനിക്ക് ഇഷ്ടമായി. രാഷ്ട്രീയമൊക്കെ നല്ലതാ, പക്ഷെ ഉഴപ്പരുത്. ബിജു ഫെർണാണ്ടസ്. തനിക്ക് ഇച്ചിരി കൊഴുപ്പ് കൂടി വരുന്നു. ഐ മീൻ ബെല്ലി ഫാറ്റ്. ഫ്രീ ടൈമില് ഗ്രൗണ്ടിലോട്ടൊന്ന് ഇറങ്ങും, നമുക്കൊരു 5 റൗണ്ട് ഓടാം. ഓക്കെ. പ്രൊഫസർ പോൾ വർഗീസ് ജിമ്മിലേക്ക് വരുന്നോ? ആന്നേ, 170 പക്ഷെ പഠിക്കാം. എപ്പ ജയിലിൽ നിന്ന് ഇറങ്ങി? അവിടെ ചായ ഉണ്ടോ പറയല്ലേ? ചില മാറ്റങ്ങളൊക്കെ അനിവാര്യമുണ്ട്. ഞാനിതിനെ നോക്കിക്കാണുന്നത് വേറൊരു തലത്തിലാണ്. നാളെ വരുമ്പോ മുടി മറക്കല്ലേട്ടാ. ചേട്ടാ, ഞാൻ സന്ധ്യ. ഞാനാണെന്ന ചേട്ടന് വേണ്ടി ആദ്യമായിട്ട് ജയ് വിളിച്ചത്. ഓ, അത് കുട്ടിയാണ്. അന്ന് ജയ് വിളിച്ചില്ലേ? ഷോ എന്തൊരു ആവേശമായിരുന്നു. ചേട്ടനാ കൊടിയെടുത്ത് പറത്തിയപ്പോ രോമാഞ്ചായിരുന്നു ശരിക്കും. എന്നാ ചേട്ടാ, ഞാനങ്ങട് എല്ലാവരും എന്നെ കളിയാക്കാണ. ലൈലൂടാ, നീ ഇപ്പൊ പഴയ ആളൊന്നുമല്ല. ഒരു കോളേജ് മൊത്തം പറപ്പിച്ച് സസ്പെൻഷൻ മേടിച്ച് ജയിലിലൊക്കെ കിടന്ന് പത്രത്തിലൊക്കെ ഫോട്ടോ വന്ന സഖാവ് ലൈലാസുരനാണ് നീ. കള്ള ലൈലു, ലൈലാസുര, ഇനി നിന്റെ വരവാണ്. ശരിക്കും ശരിക്കും വണ്ടി എടുക്ക നീ. സഖാവ് ലൈലാസുരനല്ലേ അത്? മേക്ക് ഓവറായി പോയോ? ഏയ്, ആള് നല്ല ചുള്ളനായിണ്ടല്ലോ. ഇവനെന്ത് പറ്റിയടാ? ഇന്നലെ വരെ കുഴപ്പമുണ്ടായിരുന്നല്ലോ.
അന്ന് രാത്രി അവരുടെ വീട്ടിൽ വിരുന്നുകാരെത്തി. പുൽത്തകിടിയിൽ ഭക്ഷണ സാമാനങ്ങൾ ഒരുക്കിയ മേശയ്ക്ക് ചുറ്റും ഇരുന്നുകൊണ്ട് അവർ ഇതെന്താ മുണ്ടൊക്കെ? പിറന്നാളാണോ? മൊത്തത്തിലൊരു ചേഞ്ച് ആർക്കാണ് മിസ് ഇഷ്ടമല്ലാത്തത്? ലൈലാസുറിന് അസൈൻമെന്റ് വെച്ചായിരുന്നോ? ഇല്ല മിസ്. അയ്യോ, വലിയ കാര്യം ചെയ്ത പോലെ. അസൈൻമെന്റ് വെക്കാൻ എന്റെ ക്ലാസ്സിൽ ഇരിക്കാന്ന് വിചാരിക്കണ്ട. ഫിഫു പാടാ. ഓക്കേ. രണ്ടുപേരും ഒന്ന് നിന്നേ. ഫിജോ അസൈൻമെന്റ് വെച്ചായിരുന്നില്ലേ? വെച്ചായിരുന്നു. പിന്നെ നീ എങ്ങോട്ടാ? ഫിജോ കയറിയിരിക്കും. ഒരാളും അസൈൻമെന്റ് വെക്കാതെ എന്റെ ക്ലാസ്സിൽ ഇരിക്കാന്ന് വിചാരിക്കണ്ട. പോട്ടെ മിസ്, അസൈൻമെന്റ് വെച്ചിട്ട് വേണം. പോട്ടെ സുഹൃത്തുക്കളെ. നമ്മളെവിടെ നിർത്തിയത്? എന്തായാലേ മിസ്സേ, നമ്മളൊക്കെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ വായിട്ടലിക്കണ പൈസ ഇവന്മാരൊരു ഹായ് ഗൈസ് പറഞ്ഞാൽ കിട്ടും. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വരുമാനമുണ്ട് മിസ്സേ. എന്താ മിസ്സേ, യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വല്ല പ്ലാനും ഉണ്ടോ? പൊന്നു മിസ്സേ, എനിക്ക് വേറെ പണിയുണ്ട്. ഈ ജീവിതയാനത്തിൽ നമുക്ക് എന്നും ഓർത്തു വെക്കാൻ ചില ഓർമ്മകളെ ഉണ്ടാകൂ. ആ ഓർമ്മകൾ നമുക്ക് ഒരുമിച്ച് സൃഷ്ടിച്ചൂടെ? എന്നും ഓർമ്മയ്ക്കായി എന്ന് സ്വന്തം വാക്യം അജ്ഞാതൻ. വേദിയിൽ ഏതോ ശോകാന്ത ഗാനം ഏതോ ഗന്ധർവൻ പാടുന്നുവോ. മിസ് മേഴ്സിനെ വരൂ, അന്താക്ഷരി കളിക്കാം. വോ വെച്ചൊരു പാട്ട് പാടൂ. വോളിബോളിന്റെ വോ പറ്റുന്നില്ല. അല്ല, അത് വോ അല്ലല്ലോ. പോയോ? എടാ യാ അല്ല, വോ. എടാ വോ. ഇവരെല്ലാവരോട് കോളേജ് ഒരു പള്ളിയാക്കാനുള്ള പരിപാടിയാണെന്ന്. എന്തേലും കാണിക്കട്ടെ. ലൈലാസുരൻ ചേട്ടാ, സന്ധ്യ പെട്ടെന്ന് പാർട്ടി ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞു. നോമിനേഷൻ കൊടുക്കേണ്ട കാര്യത്തിനാ. ഇന്നാണോ? ഞാൻ ആദ്യമായിട്ടാണേ. ബാ പോവാം. പിന്നെ നോമിനേഷൻ കൊടുക്കുമ്പോ പേരിന്റെ സ്പെല്ലിംഗ് തരാതെ കൊടുക്കണേ, അല്ലെങ്കിൽ തള്ളിപ്പോവും. അല്ല, അഫ്സലൊക്കെ പറയാൻ പറഞ്ഞതാ. അല്ലെങ്കിൽ സെക്കൻഡ് സീറപ്പ് ചേട്ടൻ തന്നെയല്ലേ? പൊതുവെ അങ്ങനെ ഒരു സംസാരം ഉണ്ടല്ലേ. എന്നാൽ ഈ പേരിന്റെ സ്പെല്ലിംഗ് ഒക്കെ തെറ്റിച്ചെഴുതണ്ടേ ഏത് മണ്ടന്മാരാണ്. നീ ക്ലാസ്സിലേക്കാണോ? ഈ അസൈൻമെന്റ് ഒന്ന് നോക്കിയോ? മലയാളം. അതെ, നമ്മുടെ ഫിഫുനെ കണ്ടായിരുന്നോ? ഈ തെണ്ടി എവിടെ പോയി കിടക്കാണാവോ? ചേട്ടൻ പറ്റിക്കൊന്നുമില്ല. രഞ്ജന്റെ പിള്ളേരോട് നീ ചോദിച്ചൊക്കെ പറയാൻ. പെങ്ങളാണ് നീക്ക് വന്നത്. പെങ്ങളാന്ന് പറഞ്ഞതല്ലേ നിനക്ക് മനസ്സിലായില്ലേ? എന്താ സമയത്ത് ബാഗ് കുടിച്ചേ? എന്താണ് പ്രശ്നം? എന്താണ് 70 രൂപയുടെ സിൽക്ക് മേടിച്ചു കൊടുത്ത് ഞാൻ എന്റെ മേമേനെ കൊണ്ട് കഷ്ടപ്പെടുത്തി എഴുതിച്ച അസൈൻമെന്റാണ് നീ കീറി കളഞ്ഞത്. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ എനിക്ക് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ലൈലാസുര ആരാന്ന് നീ അറിയും. ലൈലാസുന്റെ പവർ എന്താന്ന് നീ ആരത്? ഹൃദയത്തിൽ നിന്നോട്ടെ പാട്ട് വെട്ടി എവിടാ ഇടിച്ച് തൂളിച്ചിൽ വിടറാ. 1
നീ എവിടെ പോയി കിടക്കായിരുന്നു? ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അല്ല ഏട്ടാ നമ്മ ശരിക്കും പ്രശ്നം ഒരു പ്രശ്നമില്ല, മിണ്ടാണ്ടിരി. ആ ലൈലേശ്വര സമയം പോയി, വേഗം ഇതിൽ ഒപ്പിട്ടെ. ദേ ഇവിടെ സന്ധ്യ ആ. അതെ, മറ്റേ ID കാർഡും സാധനങ്ങളൊക്കെ കൊടുത്തേക്കണം, മറക്കല്ലേ. ഓൾ ദി ബെസ്റ്റ്. പാർട്ടിയാണ് വലുത്. ഇൻകുലാബ് സിന്ദാബാദ്. ഇൻകുലാബ് സിന്ദാബാദ്. എസ്എഫ്കെ സിന്ദാബാദ്.